അതേ, ഇന്ന് ഞങ്ങളൊരു കിഴി പൊറോട്ട ഉണ്ടാക്കാനായിട്ട് പോവാണേ, നമ്മുടെ വീട്ടിൽ തന്നെ. അതിനായിട്ട് ഒരു ഇല വെട്ടിക്കൊണ്ട് വന്നിട്ട് അത് നന്നായിട്ട് ചൂടാക്കി എടുക്കുന്നുണ്ട്. നന്നായിട്ട് വാട്ടിയെടുക്കണം. അപ്പോൾ നമ്മൾ വാട്ടിയ ഇലയിലേക്ക് പൊറോട്ട കടയിൽ നിന്ന് മേടിച്ചതാണ്, അത് വെച്ച് കൊടുക്കുന്നു. അത് കഴിഞ്ഞതിന് ശേഷം നമ്മളുടെ ചിക്കനോ ബീഫോ എന്താണേലും അതിലേക്ക് ലെയറായിട്ട് വെച്ച് കൊടുക്കണം. അത് കഴിഞ്ഞ് ഒരു പൊറോട്ടയും കൂടി വെച്ച് കൊടുക്കാം. അത് കഴിഞ്ഞ് കുറച്ച് ബീഫും കൂടി വെച്ച് കൊടുക്കാം. അത് മതിയാകും. അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഇത് കിഴിയാക്കാമേ. ഈ രീതിയിൽ നമുക്കതിനെ കെട്ടി ഒരു 5 മിനിറ്റ് വേവിച്ചാൽ മതിയാകുമേ. അപ്പം നമ്മളുടെ കിഴി പൊറോട്ട വീട്ടിലും ഉണ്ടാക്കി ഇങ്ങനെ കഴിക്കാം. അടിപൊളി സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ. ഇനിയും കഴിക്കാൻ നേരത്ത് കാണാം. അടച്ചു വെച്ച് 5 മിനിറ്റ് വേവിക്കാം. നമ്മുടെ കിഴി പൊറോട്ട എടുത്ത് പ്ലേറ്റിലേക്ക് വെച്ച് കൊടുക്കാമേ. എന്നിട്ട് ഓപ്പൺ ചെയ്യുവാണേ. എങ്ങനെ ഇരിക്കുമെന്ന് അറിയില്ല. കണ്ടോ, നല്ല അടിപൊളിയായിട്ടില്ലേ? ഇങ്ങനെ നമുക്ക് വീട്ടിൽ തന്നെ കിഴി പൊറോട്ട ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. ആ പൊറോട്ടയ്ക്കുള്ളിലെല്ലാം മസാല അങ്ങോട്ട് പിടിച്ചിട്ട് നല്ല ചൂടോടെ തന്നെ ഇത് കഴിക്കണേ. അടിപൊളി ടേസ്റ്റാണ്.